ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഐസ്ക്രീമാണ്, മാംഗോ ഐസ്ക്രീം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ, എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ. അപ്പോൾ ആ ഓട്സ്, ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഒരു മണിക്കൂർ പാലിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിടും. എന്നിട്ട് അത് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് മാങ്ങായും കൂടി സെപ്പറേറ്റ് അടിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്കൊരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കണേ. അപ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐസ്ക്രീമാണ്. കാരണം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ഓട്സ് കൂടുതൽ ചേർക്കരുത്, അന്നേരം ഓട്സിൻ്റെ ഒരു ടേസ്റ്റ് മുമ്പിൽ വരും. അപ്പം 2 മാങ്ങായ്ക്ക് നമുക്കൊരു ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ. ബാക്കിയെല്ലാം നമ്മളത് കണ്ട പോലെ തന്നെ ഒരു 10 അണ്ടിപ്പരിപ്പും 10 ബദാമും ഒരു 6-7 ഇതും കൂടി ചേർത്താൽ മതി. ഈന്തപ്പഴവും കേട്ടോ. കണ്ടോ, നമ്മൾ ഫ്രീസറിൽ പോയി 3 മണിക്കൂർ വെച്ചിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊന്നും കൂടി മിക്സിക്കകത്ത് അടിക്കണം, എന്നാലും അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് ഈ മാങ്ങ കട്ട് ചെയ്ത്, ഒരു ചെറിയ മാങ്ങയാണ് ഞാൻ കട്ട് ചെയ്തിട്ടേക്കണേ. അപ്പോൾ ആ പീസും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഒന്നുകൂടി നമ്മളൊരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കണം കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാൻ നല്ല അടിപൊളിയാണ്. ആവശ്യത്തിന് മധുരവും ഒക്കെ ഉണ്ട്, വേറെ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കണ്ട. അപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ എന്നിട്ട് എടുക്കാൻ നേരത്ത് സ്കൂപ്പ് ചെയ്യാനായിട്ട് സ്പൂണൊന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങി പോരും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് എടുത്ത് വെളിയിൽ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും